നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ബൈസൺ വാലി ചൊക്രമുടി മലനിരയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തെ പട്ടയ സാധ്യത അന്വേഷിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ. പരിസ്ഥിതി ലോല മേഖലയിൽ പട്ടയം ലഭിച്ചതിന്റെ സാധ്യത പരിശോധിക്കും. വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകുവാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയതായും സബ് കളക്ടർ. മൂന്നാർ പോതമേട്ടിൽ നിന്നും മുറിച്ച 2 ആനക്കൊമ്പുകൾ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണവുമായി വനം വകുപ്പ്. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായത് എവിടെ നിന്ന് എന്ന കാര്യത്തിലടക്കം വനം വകുപ്പ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന കല്യാണത്തണ്ടിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി പ്രദേശവാസികളുടെ സ്ഥലത്തിന്റെ വിവരശേഖരണം നടന്നു. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറുന്നു. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് ഇടുക്കി കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന്റെ സമീപത്തെ ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലം. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാതെ നഗരസഭ കണ്ണടയ്ക്കുന്നതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. ബൈസൺ വാലി ചൊക്രമുടി മലനിരയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തെ പട്ടയ സാധ്യത അന്വേഷിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ IAS. പരിസ്ഥിതി ലോല മേഖലയിൽ പട്ടയം ലഭിച്ചതിന്റെ സാധ്യത പരിശോധിക്കും. യഥാർത്ഥ പട്ടയ വസ്തുവിൽ തന്നെയാണോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് അന്വേഷിക്കും. വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകുവാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയതായും സബ് കളക്ടർ പറഞ്ഞു. നമ്മൾ ന്യൂസ് റിപ്പോർട്ടും കണ്ടിരുന്നു. അപ്പോൾ അതിനടുത്ത് നമ്മുടെ പരാതി ലഭിച്ചിരുന്നു. അതിന് പ്രകാരം നമ്മൾ തഹസിൽദാരും പിന്നെ സബ് കളക്ടറും തന്നെ നേരിട്ട് തന്നെ പോയി സ്ഥലപരിശോധന നടത്തിയതാണ്. നിലവിൽ അവർക്ക് പട്ടയം ഉണ്ടെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ അതിന്റെ സാധ്യതയും എങ്ങനെയാണ് പട്ടയം ഇഷ്യൂ ചെയ്തത്, പ്രോപ്പറായിട്ട് ഇഷ്യൂ ചെയ്ത പട്ടയമാണോ, അതുമാത്രമല്ല ആ പട്ടയപ്രകാരമുള്ള ആ സ്ഥലം അത് തന്നെയാണോ എന്നെല്ലാം പരിശോധിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് ഒരു റിപ്പോർട്ട് തഹസിൽദാരിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിന്റെ കാര്യം നമ്മളെല്ലാം ഇതിനകത്ത് പരിശോധനയിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഇത് കൂടുതൽ കൈയേറ്റമാണോ അതോ എങ്ങനെയാണോ അവിടെ പട്ടയം ഇഷ്യൂ ചെയ്യുന്നത്, ആ സ്ഥലത്ത് തന്നെയാണോ പട്ടയം കൊടുത്ത പട്ടയം അവിടെ ആ ഒരു ലൊക്കേഷൻ തന്നെയാണോ എന്നുള്ളതെല്ലാം പരിശോധിക്കുന്നത്. ബൈസൺ വാലി പഞ്ചായത്തിൽപ്പെടുന്ന പരിസ്ഥിതി ലോല മേഖലയായ ചൊക്രമുടി മലനിരകൾ അനധികൃതമായി കയ്യേറുന്നതിനെതിരെ ബൈസൺ വാലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും കോൺഗ്രസ് നേതാക്കളും പ്രത്യക്ഷ സമരവുമായി രംഗത്ത്. റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള ഈ മേഖലയിലെ സ്ഥലങ്ങൾ കൃത്രിമ രേഖകളുടെ പിൻബലത്തിലാണ് റിസോർട്ട് മാഫിയ കൈയടക്കിയിട്ടുള്ളതെന്ന് ഇവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരെയും ചില രാഷ്ട്രീയ നേതാക്കളെയും സ്വാധീനിച്ച കൃത്രിമ രേഖകൾ സൃഷ്ടിച്ച പിൻബലം തേടും. തുടർന്ന് ഏക്കർ കണക്കിനുള്ള തന്ത്രപ്രധാനമായ സഹിന്റെ ഈ മലനിരകൾ പ്ലോട്ടുകളായി തിരിച്ച് വിൽപ്പന നടത്തുകയും കോടികൾ സമ്പാദിക്കുകയുമാണ് ഈ ലോബി ചെയ്തു വരുന്നത്. സർവേ നമ്പർ 27/1-ൽപ്പെട്ട ഈ മലമുകൾ നീലക്കുറിഞ്ഞി പൂത്തുലയുന്ന മേഖല കൂടിയാണ്. ലാഭക്കൊതിയന്മാരായ ഇവരുടെ പ്രവർത്തനങ്ങൾ അടിവാരത്തുള്ള ആദിവാസി കുടുംബങ്ങളുടെയും മറ്റും കുടിവെള്ളവും ജീവിത മാർഗങ്ങളും തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിന് താഴ്ഭാഗത്തുള്ള 100 കണക്കിന് സാധാരണ കർഷകരെയും ദുരിതത്തിലാക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മറ്റൊരു വയനാട് സൃഷ്ടിക്കുന്നതിന് ഈ പ്രവർത്തനങ്ങൾ കാരണമാകുമെന്ന സത്യം ഭരണാധികാരികൾ മുഖവിലക്കെടുക്കണമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരും ജനപ്രതിനിധികളും ആവശ്യപ്പെടുന്നത്. 21/8/24 ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 23/8/24 മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരാതി എല്ലാം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഭരണകക്ഷിയുടെ ചില നേതാക്കന്മാര് പറയുന്നത് ഇവിടുത്തെ ഭൂമി കൈയേറ്റം തടയേണ്ടത് 5ാം വാർഡ് മെമ്പറുടെ ഉത്തരവാദിത്വമായിരുന്നു. അത് പ്രതിപക്ഷത്ത് കോൺഗ്രസിന്റെ മെമ്പർ ആയതുകൊണ്ട് അദ്ദേഹമായിരുന്നു ഈ കയ്യേറ്റമൊക്കെ കയ്യേറ്റം തടയേണ്ടിയിരുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഭരണകക്ഷിയിലെ ഉന്നത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടിയും ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ഒക്കെ ഈ കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു. അതുകൊണ്ട് ഈ നടപടികൾ അവസാനിപ്പിക്കുവാനും ചൊക്രമുടി ഒറ്റമരം ഗ്യാപ്പ് റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കാനും റവന്യൂ ഭൂമിയും വനഭൂമിയും അതുപോലെ കൃഷിഭൂമിയും സർക്കാർ ഇടപെട്ട് റവന്യൂ വകുപ്പ് ഇടപെട്ട് ജണ്ട കെട്ടി അതിർത്തി നിശ്ചയിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്.
മറ്റൊരു വയനാട് സൃഷ്ടിക്കുന്നതിന് ഈ പ്രവർത്തനങ്ങൾ കാരണമാകുമെന്ന സത്യം ഭരണാധികാരികൾ മുഖവിലക്കെടുക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകരും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ടു. ആ കയ്യേറിയ കാലഘട്ടത്തിലൊക്കെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി കൊടുത്ത ഘട്ടത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം മാറിപ്പോയി. പക്ഷെ അതിനെല്ലാം തീരുമാനം ഉണ്ടായില്ല. അപ്പൊ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? കയ്യേറ്റക്കാരെ നിലയ്ക്ക് നിർത്താനും ഇറക്കി വിടാനും വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല എന്നുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളത്. അതുകൊണ്ട് ഒറ്റമരം തൊട്ട് ക്യാപ്പ് വരെയുള്ള പ്രദേശത്ത് സമീപകാലത്ത് കയ്യേറിയ മുഴുവൻ ഭൂമിയും ഗവൺമെന്റ് സംവിധാനം ഉപയോഗിച്ച് തിരിച്ചു പിടിച്ച് അത് കയ്യേറ്റ ഭൂമിയും കുടിയേറ്റക്കാരായ കർഷകരുടെ ഭൂമിയും വേർതിരിച്ച് ജണ്ടയിട്ട് എക്കാലവും നിലനിർത്തണമെന്നാണ് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ജില്ലാ കളക്ടർ, വില്ലേജ് ഓഫീസർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി സമർപ്പിച്ചതായി രാജാക്കാട് പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. കയ്യേറ്റത്തിനെതിരെ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കോൺഗ്രസ് ബൈസൺവാലി മണ്ഡലം പ്രസിഡന്റ് തോമസ് നിരവത്തുപറമ്പിൽ, DCC മെമ്പർ ജോസഫ് വട്ടോത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് ഭാസ്കരൻ, സിജു ജേക്കബ്, TM രതീഷ് എന്നിവർ അറിയിച്ചു. മൂന്നാർ പോതമേട്ടിൽ നിന്നും മുറിച്ച 2 ആനക്കൊമ്പുകൾ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണവുമായി വനംവകുപ്പ്. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായത് എവിടെ നിന്ന് എന്ന കാര്യത്തിലടക്കം വനംവകുപ്പ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. മൂന്നാർ പോതമേട് സ്വദേശികളായ 2 പേരെയായിരുന്നു കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനക്കൊമ്പ് കേസിൽ പിടികൂടിയത്. പ്രതികളിൽ ഒരാളുടെ പോതമേട്ടിലെ വീട്ടിൽ നിന്നുമായിരുന്നു മുറിച്ച 2 ആനക്കൊമ്പുകൾ കണ്ടെടുത്തത്. സംഭവത്തിൽ വനംവകുപ്പ് തുടരന്വേഷണം ആരംഭിച്ചു. കേസിൽ മറ്റാരെങ്കിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായത് എവിടെ നിന്ന് എന്ന കാര്യത്തിലടക്കം വിശദമായ അന്വേഷണം നടത്തുമെന്ന് ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദേവികുളം റേഞ്ചിൻ്റെ പരിധി വരുന്ന പള്ളിവാസൽ സെക്ഷൻ്റെ ഭാഗത്ത് ഈ ആനക്കൊമ്പ് വിൽപ്പനയ്ക്കായിട്ട് ആൾക്കാർ വരുന്നതെന്ന് പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും സംശയമായി കണ്ട 2 പേരെ ഇപ്പോൾ ചോദ്യം ചെയ്തതിൽ അപ്പം പിയാന്മാരുടെ വീട്ടിൽ കൊമ്പ് ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം പരിശോധന നടത്തിയതിൽ 2 ആനക്കൊമ്പിൻ്റെ മുറിച്ച ഭാഗങ്ങൾ കണ്ടെടുത്തുകയുണ്ടായിട്ടുണ്ട്. കേസിൻ്റെ തുടർന്വേഷണം നടന്നു വരുന്നു. മറ്റു പ്രതികളെ ഇനി പിടികൂടാനുള്ളതാണ്. ആനക്കൊമ്പ് വിൽപ്പന നടത്താൻ ശ്രമം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് കീഴിൽ വരുന്ന പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കമാണ് പ്രതികളെ കുടുക്കിയത്. സംശയാസ്പദമായി കണ്ട പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയായിരുന്നു ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വനംവകുപ്പിന് ലഭിച്ചത്. കട്ടപ്പന കല്യാണത്തണ്ടിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി പ്രദേശവാസികളുടെ സ്ഥലത്തിന്റെ വിവരശേഖരണം നടന്നു. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. പതിറ്റാണ്ടുകളായി കല്യാണത്തണ്ട് മേഖലയിൽ കൃഷി ചെയ്ത് ഉപജീവനം കഴിഞ്ഞു വന്നിരുന്ന ജനങ്ങളെ ഇറക്കി വിടുവാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ നടക്കുന്ന ശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കല്യാണത്തണ്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വിവരശേഖരണം നടത്തിയത്. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണത്തോടെ ഓഗസ്റ്റ് 27-ന് കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുവാനും യോഗം തീരുമാനിച്ചു. ഇടുക്കി കവല പമ്പ് ജംഗ്ഷനിൽ നിന്നും മാർച്ച് ആരംഭിക്കുമെന്ന് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ പറഞ്ഞു. നമുക്കെതിരെ കേസെടുത്തേക്കുക. അപ്പോൾ ഇതെല്ലാം ഒരു വലിയ കാപട്യമാണ്. എന്തായാലും ശക്തമായ എന്ത് വിഷയങ്ങൾ പറഞ്ഞാലും ശക്തമായ സമര പരിപാടികളുമായിട്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയും ജനകീയ സമിതി മുന്നോട്ട് പോകും. ഞങ്ങൾ ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനുള്ള ഒരു സമര പരിപാടിയല്ല. ഇവിടുത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വർഷങ്ങളായിട്ടുള്ള പദ്ധതികൾ പൊളിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. കട്ടപ്പന നഗരസഭയെ തകർക്കാനുള്ള ഗൂഢമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കിടന്ന ആളുകൾക്കിടയിൽ ആശങ്ക വരുത്താതെ നിങ്ങൾ നിയമപരമായി ബഹുമാനായ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി അതിന് നിയമപരമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തി പട്ടയം തരുവാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കി തരുന്ന കാര്യം ഞങ്ങൾ അറിയിക്കുന്നു. 27-ാം തീയതി പരിപാടി ശക്തമായി ഞങ്ങൾ തന്നെ മുന്നോട്ട് പോകും. ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ സമിതിയുടെ ചെയർമാനും കൺവീനറും നയിക്കുന്ന സമരം വില്ലേജ് ഓഫീസിലേക്കുള്ള ഉപരോധ മാർച്ച് 27-ാം തീയതി രാവിലെ 10 മണിക്ക് കട്ടപ്പന ഇടുക്കി കവല പമ്പിൽ നിന്നും ആരംഭിക്കും. കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 30-ാം തീയതി ഇടുക്കി താലൂക്ക് ഓഫീസ് പടിക്കൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് പറഞ്ഞു. ഇത് ഇവിടുത്തെ പാവപ്പെട്ട 43 കുടുംബങ്ങളെ കുടിയിറക്കുവാനുള്ള ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഗൂഢമായ നീക്കം. ആ നീക്കത്തെ ചെറുക്കുന്നതിന് വേണ്ടി
ഈ പ്രദേശത്തെ കട്ടപ്പനയിലെയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി അതിശക്തമായി ഈ കുടിയേർക്കിനെതിരെ നമ്മൾ മുന്നോട്ടുള്ള സമരപരിപാടിയുമായി മുന്നോട്ട് പോകും. ഈ 27-ാം തീയതി കട്ടപ്പന വില്ലേജ് ഓഫീസിലേക്ക് ഇവിടുത്തെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമരപരിപാടി നടക്കും. തുടർന്ന് 30-ാം തീയതി കർഷക കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ താലൂക്ക് ഓഫീസിലേക്ക് നമ്മൾ സമരപരിപാടി നടത്തുന്നു. നമുക്ക് ഈ നോട്ടീസ് തന്ന ഓഫീസിലേക്കാണ് 30-ാം തീയതി പോകുന്നത്. കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട, ബീന ജോബി, ഷാജി വെള്ളമാക്കൽ, അരുൺ കാപ്പുകാട്ടിൽ, പൊന്നപ്പൻ അഞ്ചപ്ര, PS മേരിദാസൻ, സമരസമിതി ചെയർമാൻ ബിജു ചക്കുംചിറ, ദാസ് കടത്തിപ്പറമ്പിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. മാങ്കുളം പെരുമ്പൻകുത്തിൽ യുവാവ് പുഴയിൽ മുങ്ങി മരിച്ചു. മാങ്കുളം കുവൈറ്റ് സിറ്റി സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നതിനിടയിൽ മുങ്ങിപ്പോകുകയായിരുന്നുവെന്നാണ് വിവരം. യുവാവിനെ രക്ഷിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മാങ്കുളം കടകോട്ട് വിജയൻ സോണിയ ദമ്പതികളുടെ മകനാണ് മരിച്ച വിഷ്ണു. മനു, മീനു എന്നിവർ സഹോദരങ്ങളാണ്. അടിമാലി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കട്ടപ്പന നഗരത്തിലെത്തിയ വയോധികനും മകനും മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടത്തി. പുതിയ ബസ് സ്റ്റാൻഡിൽ പൊതുവിടത്ത ആളുകൾ മലമൂത്ര വിസർജനം നടത്തുന്നുവെന്ന പരാതിക്ക് മേൽ വാർത്തയെടുക്കാൻ സ്ഥലത്തെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ബാങ്ക് ജപ്തിയിൽ കിടക്കുന്ന സ്ഥലത്ത് ആളുകൾ മലമൂത്ര വിസർജനം നടത്തുന്നു എന്ന പരാതിയെ തുടർന്നാണ് മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തിയത്. ഈ സ്ഥലത്തു നിന്നും വളരെ മാറിയായിരുന്നു മാധ്യമപ്രവർത്തകർ നിന്നിരുന്നത്. ഈ സമയം ഇവിടെ എത്തിയ വയോധികന്റെ കയ്യിൽ നിരോധിത പുകയില ഉൽപ്പന്നം ഉണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാധ്യമപ്രവർത്തകർക്ക് നേരെ അസഭ്യം പറഞ്ഞത്. തുടർന്ന് ഇരുവരും മാധ്യമപ്രവർത്തകർ നിന്നിരുന്ന സ്ഥലത്തേക്ക് എത്തി. പിന്നീട് ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവകാശമില്ലാണ്ട് ഫോട്ടോ എടുത്തോണ്ട് എടുക്കുന്ന പിന്നെ പോയിട്ട് പേടിപ്പിക്കാനുള്ള ഫോട്ടോ കാണിച്ച് പേടിപ്പിക്കാൻ ഞങ്ങളാരാന്നറിയോ എന്റെ പൊന്നേട്ടാ പറയണോന്ന് കേക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇയാളുടെ പോക്കറ്റിലുണ്ട്. പോലീസിങ് വരട്ടെ. നീ അവിടെ നിൽക്കുന്നേ, നിന്നോ. നീ ഏതാണ്ട് ഒരു തെറിയൊക്കെ പറയുന്ന കേട്ടില്ല. അവിടെ ഏതാണ്ട് ചെയ്തെന്ന് തെറിയല്ലേ? കുത്തു കഴിഞ്ഞു കേട്ടോ. ഇതിൽ വയോധികൻ മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ പറഞ്ഞു. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ഞായറാഴ്ച ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഒരു വ്യക്തിയുടെ സ്ഥലം, അത് നമ്മുടെ യൂണിയൻ ബാങ്ക് ജപ്തി ചെയ്തിട്ടേക്കുന്ന സ്ഥലമാണ്. അത് വേലി കെട്ടി സംരക്ഷിക്കാതെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം അഴിഞ്ഞാടുന്നൊരു സംഭവമാണ്. എല്ലാ ആൾക്കാരും മൂത്രമൊഴിക്കാൻ വേണ്ടി, അതുപോലെ ടോയ്ലറ്റ് സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് ഇതുപോലുള്ളൊരു പരിപാടി കാണിച്ചിരിക്കുന്നത്. ഇവിടെയുള്ളവർക്ക് ദുർഗന്ധം മൂലം ഈ വഴിയെ നടക്കാൻ പോലും പറ്റത്തില്ല, പുതിയ സ്റ്റാൻഡിൽ നിൽക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ അവർക്ക് പൈസ 2 രൂപ കൊടുക്കാനുള്ള നിവൃത്തിയോട് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി ചെയ്യുന്നത്. ഇതിനെതിരെ മുനിസിപ്പാലിറ്റി നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇയാളുടെ മകൻ മാധ്യമപ്രവർത്തകരെ ഉന്തി നീക്കാനും മർദ്ദിക്കാനും ശ്രമിച്ചു. ബഹളം കൂടിയതോടെ നാട്ടുകാർ സ്ഥലത്തെത്തി ഇരുവർക്കും താക്കീത് നൽകി. ഇതോടെ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെയും സ്റ്റേഷനിലേക്ക് മാറ്റി. ശരിയായ വഴിയിൽ കുട്ടികളെ മുന്നോട്ട് നയിക്കാൻ യുവജനതയ്ക്ക് വേഗത്തിൽ സാധിക്കുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി. പട്ടികവർഗ വികസന വകുപ്പ്, സാമൂഹിക സന്നദ്ധ സേന, കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ത്രൈവ് പരിശീലന പരിപാടി പൊലിയം തുരുത്ത ഇക്കോ വില്ലേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ.
പട്ടികവർഗ വികസന വകുപ്പ്, സാമൂഹിക സന്നദ്ധ സേന, കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിഷയങ്ങളെ വിവിധ കോണുകളിലൂടെ നോക്കിക്കാണുന്നതിന് ശ്രമിക്കണം. സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളവരാണ് പുതിയ തലമുറയിലെ കുട്ടികൾ. ശരിയായ വഴിയിൽ കുട്ടികളെ മുന്നോട്ട് നയിക്കാൻ യുവജനതയ്ക്ക് വേഗത്തിൽ സാധിക്കുമെന്നും ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. നമ്മുടെ ജനറേഷൻ, നിങ്ങളുടെ ജനറേഷനിൽ ഇപ്പോൾ ഈ അക്സെപ്റ്റൻസ് വളരെ കുറവായിട്ടുണ്ട്. സോ ആരെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യം, നമ്മുടെ ചിന്ത അല്ലാത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനുള്ള പാടാണ്. സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ പരിശീലന പരിപാടിയിൽ ക്ലാസ് എടുത്തു. സംസ്ഥാനത്തെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികളിൽ ക്രിയാത്മകത വളർത്തുന്നതിനായി ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് ത്രൈവ. ജില്ലയിലെ തിരഞ്ഞെടുത്ത പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവധി ദിവസങ്ങളിൽ പൈനാവ്, മൂന്നാർ, MRS സ്കൂളുകളിലെ കുട്ടികൾക്ക് സിലബസിന് പുറത്തുള്ള വിഷയങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് പദ്ധതി. ഇവർക്കുള്ള പരിശീലന പരിപാടിയാണ് നടന്നത്. ഇടുക്കി സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ്, അല്ലസർ ലോ കോളേജ്, പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജ്, നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പാവനാത്മ കോളേജ് മുരിക്കാശ്ശേരി, ഇടുക്കി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 50 വിദ്യാർത്ഥികൾ 3 ദിവസം നീണ്ടുനിന്ന പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു. പ്രോജക്ട് ത്രൈവ് കോർഡിനേറ്റർ ജോമോൻ ജോസ്, പൈനാവ് MRS സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഇൻചാർജ് ദിവ്യ ജോർജ്, ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി അംഗം ഫാദർ ജോബി, അല്ലസർ ലോ കോളേജ് ഫാക്കൽറ്റി കോർഡിനേറ്റർ മാധുരി തുടങ്ങിയവർ പങ്കെടുത്തു. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം വീണ്ടും കാട്ടാന ഇറങ്ങി. ഒറ്റക്കൊമ്പൻ എന്ന പേരിൽ നാട്ടുകാർ വിളിക്കുന്ന കാട്ടാനയാണ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനരികിലെത്തിയത്. മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടിയെത്തുകയും കേന്ദ്രത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. നല്ലതണ്ണി കല്ലാറിലുള്ള മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിനരികിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ഒറ്റക്കൊമ്പൻ എന്ന് നാട്ടുകാർ വിളിക്കുന്ന കാട്ടാനയാണ് കേന്ദ്രത്തിന് സമീപം എത്തിയത്. പ്രദേശത്തുകൂടി ചുറ്റിത്തിരിഞ്ഞ കാട്ടാന പ്ലാന്റിന് പുറത്തു കൂട്ടിയിട്ടിരുന്ന പച്ചക്കറി മാലിന്യങ്ങൾ തിന്നു. പ്ലാന്റിനുള്ളിലേക്ക് കടക്കാൻ കാട്ടാന ശ്രമിച്ചില്ല. സംഭവ സമയം പ്ലാന്റിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. മുമ്പ് കാട്ടുകൊമ്പൻ പടയപ്പ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീറ്റ തേടിയെത്തുകയും കേന്ദ്രത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായിരുന്നു. കാട്ടാന പ്ലാസ്റ്റിക് മാലിന്യമടക്കം ഭക്ഷിക്കുന്നുവെന്ന ആശങ്ക ഉയരുകയും ചെയ്തു. പിന്നീട് പടയപ്പ ഈ ഭാഗത്തു നിന്നും പിൻവാങ്ങി. ഇതിനുശേഷമാണിപ്പോൾ മറ്റൊരാന വീണ്ടും മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം എത്തിയിട്ടുള്ളത്. തീറ്റയുടെ ലഭ്യതയുള്ളതുമൂലം ആന പ്രദേശത്ത് തന്നെ നിലയുറപ്പിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ പരിപാടികളുടെ ഭാഗമായി തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ NCC കേഡറ്റുകൾ ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ലഹരി വിമോചന കേന്ദ്രം സന്ദർശിച്ചു. മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റ് സോഷ്യൽ വർക്കർ ബിനുമോൻ കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. തങ്കമണി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ NCC യൂണിറ്റ് 1 വർഷം നീണ്ടു നിൽക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇടുക്കി മെഡിക്കൽ കോളേജിലെ ലഹരി വിമോചന കേന്ദ്രം സന്ദർശിച്ചത്. കൗമാരക്കാരിലെ ലഹരി ആസക്തി രോഗം എന്ന വിഷയത്തിൽ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റ് സോഷ്യൽ വർക്കർ ബിജുമോൻ കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി. ഉപയോഗം സമൂഹത്തിൽ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ചും യുവജനങ്ങളുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ യങ് അഡൽട്ട് എന്നൊരു വാക്ക് ഉപയോഗിക്കും. അതായത് കൗമാരപ്രായത്തിനും യുവാക്കൾക്കും ഇടയിൽ ഒരു 15-നും 30-നും ഇടയ്ക്കുള്ള ആൾക്കാരെ. അപ്പം അത്തരം മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളും ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങളും വർദ്ധിച്ചു വരുന്നതുകൊണ്ട് കേരള ഗവൺമെൻറ് തന്നെ മുൻകൈ എടുത്തിട്ടുള്ള ഒരു മിഷനാണ് വിമുക്തി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്യം പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം വർദ്ധിക്കുകയും മയക്കുമരുന്നുകൾ പൂർണ്ണമായിട്ടും നിർത്തലാക്കുകയും അത്തരത്തിലുള്ള ഒരു അവബോധം ജനങ്ങളിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് വിമുക്തി കേരള സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലാ ലഹരി വിമോചന കേന്ദ്രത്തിൽ നിന്നും കേഡറ്റുകൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും നൽകുന്ന പിയർ വിദ്യാഭ്യാസ പദ്ധതിയും ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി NCC ജൂനിയർ കേഡറ്റുകൾ സ്കൂളിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനവും ജില്ലാ വിമുക്തി മിഷൻ കോർഡിനേറ്റർ ഡിജോ ദാസ് നിർവഹിച്ചു. തുടർന്ന് കേഡറ്റുകൾ മെഡിക്കൽ കോളേജിലെ ലഹരി വിമോചന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കി. ജില്ലാ വിമുക്തി മിഷൻ കുട്ടികൾക്ക് നൽകിയ പോസ്റ്റർ മെഡിക്കൽ കോളേജിലെ പ്രധാന കവാടത്തിൽ പതിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജയ്, NCC ഓഫീസർ മധു കെ ജെയിംസ്, എക്സൈസ് ഓഫീസർ ബിനു ജോസഫ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്
സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറുന്നു. ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന്റെ സമീപത്തെ ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലമാണ് പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത്. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാതെ നഗരസഭ കണ്ണടയ്ക്കുന്നതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ. കട്ടപ്പന നഗരത്തിലെ ജനങ്ങളെ മാരക കൊതുക് രോഗങ്ങൾക്ക് അടിമപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന് സമീപമുള്ള വെള്ളക്കെട്ട്. ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്താണ് മലിനജലം കെട്ടിക്കിടക്കുന്നത്. നഗരത്തിലെ പ്രധാന മാലിന്യനിക്ഷേപ കേന്ദ്രമായും ഇവിടം മാറിയതിനാൽ മാറാരോഗങ്ങളെ ഉത്ഭവ കേന്ദ്രമാക്കുകയാണ് പ്രദേശം. മലിനജലം നാളുകളായി കെട്ടിക്കിടക്കുന്നതോടെ മേഖലയിൽ വ്യാപകമായി കൊതുക് പെരുകുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായി തുടരുന്ന പ്രതിസന്ധിക്കുമേൽ നഗരസഭയ്ക്കും ജില്ലാ കളക്ടർക്കുമടക്കം പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ല. മാലിന്യം നിറഞ്ഞ മലിനജലം മഴ പെയ്യുമ്പോൾ ഒഴുകി കുടിവെള്ള സ്രോതസ്സുകളിലേക്കും എത്തുന്നു. വർഷങ്ങളായി നേരിടുന്ന പ്രതിസന്ധിക്കുമ്പോൾ നഗരസഭ മുഖം തിരിക്കുന്നതോടെ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷന്റെയും അനശ്വര SHGയുടെ ആഭിമുഖ്യത്തിൽ മന്ത്രിമാരടക്കമുള്ള ഉന്നതാധികാരികൾക്ക് പരാതി നൽകാനും പ്രതിഷേധം സംഘടിപ്പിക്കാനും ഒരുങ്ങുകയാണ്. തങ്ങൾക്ക് ശുദ്ധജലവും വായുവും ലഭിക്കുന്നതിനൊപ്പം സാംക്രമിക രോഗഭീഷണിയിൽ നിന്ന് രക്ഷ വേണമെന്നും പ്രദേശവാസിയായ ഷിജോ പറയുന്നു. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് വക ഈ കാണുന്ന ഉദ്ദേശം ഒരു 10 ഏക്കറോളം സ്ഥലം 1992 മുതൽ ഇവിടെ ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ്. ഇപ്പോൾ ഇതൊരു കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ആരോഗ്യവകുപ്പ് പലതരത്തിലുള്ള രോഗാണുക്കൾ പരത്തുന്ന കൊതുകുകളെ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ അറിയാം, രാത്രികാലങ്ങളിൽ ഒരുപാട് വാഹനങ്ങളിൽ ചകി അടക്കമുള്ള വേസ്റ്റുകൾ ഇവിടെ നിരന്തരം കൊണ്ട് നിക്ഷേപിക്കുന്നത് പ്രദേശവാസികൾ അനുഭവിക്കുന്നത് നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സിലേക്കെല്ലാം ഈ മാലിന്യ ജലമാണ് ഒലിച്ചിറങ്ങുന്നത്. ഇതുമൂലം പ്രദേശവാസികൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിനൊരു പരിഹാരമെന്ന നിലയിൽ പലതവണ ഇവിടുത്തെ റോയൽ സിറ്റി റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റിക്കൊക്കെ നിരന്തരം പരാതി കൊടുത്തിട്ടും യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. വർഷങ്ങളായി ഈ പ്രതിസന്ധി ഇവിടെ തുടരുന്നതാണ്. പരാതികളും സമ്മർദ്ദങ്ങളും ഏറുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി നഗരസഭ എന്തെങ്കിലും ചെയ്ത് മടങ്ങുന്നതാണ് പതിവ്. നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും നിക്ഷേപിക്കാനുള്ള ഹമ്പായി മേഖല മാറി. മാരക രോഗങ്ങൾ പടർത്തുന്ന കൊതുകുകളെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടും ആരോഗ്യവകുപ്പോ നഗരസഭയോ ഇക്കാര്യത്തിൽ വേണ്ട ഗൗരവം കാണിക്കുന്നില്ല. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശമുള്ള ഹൗസിംഗ് ബോർഡിൽ വിവരം ധരിപ്പിച്ച് നടപടി സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാവാത്ത പക്ഷം പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് CPIM-ഉം ഇടതുപക്ഷ യുവജന സംഘടനയും. വലിയ സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന കൊതുകുകൾ, ആ കൊതുകിനെ കണ്ടെത്തിയ ഏക സ്ഥലമാണ് ഇവിടുന്ന്. എന്നിട്ടാണ് മുനിസിപ്പാലിറ്റി ഈ രീതിയിലേക്ക് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ, പ്രത്യേകിച്ച് UDF-ന്റെ കൗൺസിലർമാർ പോലും, ആ കൗൺസിലർ ഭരിക്കുന്ന നാട്ടിൽ പോലും ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുക മാത്രമല്ല, ഈ പ്രശ്നത്തിൽ ഇടപെടുകയാണ് CPIM-ഉം അതുപോലെ തന്നെ DYFIയുടെ യുവജന പ്രസ്ഥാനങ്ങളും. ഈ പ്രശ്നത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം മേൽ നടപടികളുമായി, മേൽ സമരങ്ങളുമായി, അല്ലെങ്കിൽ ഈ ക്ലീൻ ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കും. ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഇതിനെ പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി താമസക്കാരാണ് ഇവിടെ ഉള്ളത്. അവർക്കെല്ലാം ഈ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുവഴി നടന്നു പോകുന്നുണ്ട്. ഇവിടെ ചില സമയങ്ങളിൽ ആളുകൾ വന്ന് വിശ്രമ കേന്ദ്രമായി ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ പോലും ഉണ്ട്. അവരാണ് ഈ പറയുന്ന പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു വലിയ പ്രോജക്റ്റായി ഉൾപ്പെടുത്തി, ഇത് നന്നായി തന്നെ ഒരു വിശ്രമ കേന്ദ്രമായി ഉൾപ്പെടുത്തി നന്നായിട്ടൊരു പ്രോജക്റ്റ് നടത്തി നല്ലൊരു കേന്ദ്രമാക്കി നമുക്ക് മാറ്റണം. കട്ടപ്പന നഗരത്തിലെ വിശ്രമ കേന്ദ്രമാക്കി ബൈപ്പാസ് റോഡിന്റെ ഈ ഭാഗം മാറ്റാമെന്ന വാഗ്ദാനത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. ഇത്തരത്തിൽ മേഖലയിൽ വിശ്രമ കേന്ദ്രം സജ്ജമാക്കിയാൽ മാലിന്യ നിക്ഷേപത്തിന് ശമനമുണ്ടാകും. മേഖലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി കെട്ടിക്കിടക്കുന്ന വെള്ളം നീക്കുന്നതിനൊപ്പം വീണ്ടും വെള്ളക്കെട്ടുണ്ടാവാതിരിക്കാനുള്ള ശാസ്ത്ര നടപടികൾ കൂടി അധികാരികൾ നടപ്പിലാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നത്. അതേസമയം മേഖലയിൽ ഇതേ സ്ഥിതി തുടർന്നാൽ വരും നാളുകൾ കട്ടപ്പന നഗരത്തിലെ ജനങ്ങളെ കാത്തിരിക്കുന്നത് മാറാരോഗങ്ങളുടെ പട്ടികയായിരിക്കും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ബൈസൺ വാലി ചൊക്രമുടി മലനിരയിലെ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തെ പട്ടയ സാധ്യത അന്വേഷിക്കുമെന്ന് ദേവികുളം സബ് കളക്ടർ VM ജയകൃഷ്ണൻ.
പരിസ്ഥിതി ലോല മേഖലയിൽ പട്ടയം ലഭിച്ചതിന്റെ സാധ്യത പരിശോധിക്കും. വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകുവാൻ തഹസിൽദാരെ ചുമതലപ്പെടുത്തിയതായും സബ് കളക്ടർ. മൂന്നാർ പോതമേട്ടിൽ നിന്നും മുറിച്ച 2 ആനക്കൊമ്പുകൾ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണവുമായി വനം വകുപ്പ്. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായത് എവിടെ നിന്ന് എന്ന കാര്യത്തിലടക്കം വനം വകുപ്പ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. കട്ടപ്പന കല്യാണത്തണ്ടിലെ ഭൂവിഷയങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി നടത്തുന്ന പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി പ്രദേശവാസികളുടെ സ്ഥലത്തിന്റെ വിവരശേഖരണം നടന്നു. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. കട്ടപ്പന നഗരത്തിന്റെ ഹൃദയഭാഗം കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറുന്നു. പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത് ഇടുക്കിക്കവല പള്ളിക്കവല ബൈപ്പാസ് റോഡിന്റെ സമീപത്തെ ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലം. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാതെ നഗരസഭ കണ്ണടയ്ക്കുന്നതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി നാട്ടുകാർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.